ഇതിനുള്ളിൽ സൾഫറിൻ്റെ കണ്ടന്റ് ഉള്ളതിൻ്റെ കാരണത്താലാണ് ഈ വെള്ളം ഇത്രത്തോളം ചൂട് പിടിച്ച് വർഷങ്ങളോളമായി ഒഴുകുന്നത് എന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ. ഒമാനിലെ വളരെ ഉയരം കൂടിയ മറ്റൊരു ജനവാസ കേന്ദ്രമാണ് ജബലുൽ അഖ്ദർ. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തുണ്ടായ ഭീകരമായ വെള്ളപ്പൊക്കത്തിൽ ഈ പ്രദേശങ്ങളൊക്കെയും കടലിനടിയിൽ പെട്ടുപോയിരുന്നു എന്നതിന് തെളിവായി ചില പാറകളുടെ മുകളിൽ മത്സ്യങ്ങളുടെ അടയാളങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ്. കടലിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ചില മത്സ്യങ്ങൾ വർഷങ്ങളോളം കല്ലുകൾക്കിടയിൽ പതിഞ്ഞു പോയതിൻ്റെ അടയാളങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചില മത്സ്യങ്ങളുടെ രൂപങ്ങൾ കല്ലുകളിൽ ഞങ്ങൾ കാണുകയുണ്ടായി. كسرت طوقي وتهت فوقي فقلت بالقرآن كسرت طوقي وتهت فوقي فقلت بالقرآن يا ربي يا رحمن يا ربي يا رحمن يا ربي يا رحمن يا مبدع الأكوان. പ്രകൃതി ഒരുക്കിയ മറ്റൊരു അത്ഭുതമാണ് ഒമാനിലെ അൽ കസ്ഫ ഹോട്ട് സ്പ്രിംഗ്. ഏകദേശം 70 മുതൽ 85 ഡിഗ്രി വരെ ഉയർന്ന ചൂടുള്ള വെള്ളത്തിൻ്റെ അരുവി. ഈ വെള്ളം പൊട്ടുന്നത് ഇവിടെ ഒരു പള്ളിയുടെ മുമ്പിലുള്ള ചെറിയൊരു കുളത്തിൽ നിന്നാണ്. ഇതിനുള്ളിൽ സൾഫറിൻ്റെ കണ്ടന്റ് ഉള്ളതിൻ്റെ കാരണത്താലാണ് ഈ വെള്ളം ഇത്രത്തോളം ചൂട് പിടിച്ച് വർഷങ്ങളോളമായി ഒഴുകുന്നത് എന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത്. ഈ വെള്ളത്തിലെ കുളി പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ ധാരാളം രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് എന്ന ചില പഠനങ്ങൾ കാരണം നിത്യേന നിരവധി ജനങ്ങൾ ഇവിടേക്ക് എത്തി ഈ വെള്ളത്തിൽ നിന്ന് കുളിക്കാറുണ്ട്. വരുന്ന സന്ദർശകർക്ക് കുളിക്കാൻ വേണ്ടി പ്രത്യേകം സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുമുണ്ട്. ഇത് അതിനോട് അൽ കസ്ഫയോട് ചേർന്ന് രൂപപ്പെട്ട മറ്റൊരു ഹോട്ട് സ്പ്രിംഗ് വാട്ടറാണ്. ഇതിനെപ്പറ്റി പറയുന്ന ഒരു ചരിത്രം, മുൻകാലത്ത് ഇവിടെ ഭരിച്ചിരുന്ന ഏതോ ഒരു രാജാവ്, അദ്ദേഹം ഈ അൽ കസ്ഫയിലേക്കുള്ള സന്ദർശകരുടെ ആധിക്യം കുറയ്ക്കുവാൻ വേണ്ടി ഈ അൽ കസ്ഫ ഹോട്ട് സ്പ്രിംഗ് മണ്ണിട്ട് മൂടുവാൻ കൽപ്പിച്ചു. അങ്ങനെ ഇത് നികത്തപ്പെട്ടപ്പോൾ തൊട്ടടുത്തായി മറ്റൊരു ഹോട്ട് സ്പ്രിംഗ് രൂപപ്പെട്ടു വരികയായിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ മണ്ണിട്ട് മൂടപ്പെട്ട ഭാഗത്തും ഹോട്ട് സ്പ്രിംഗ് വീണ്ടും ശക്തിയായി രൂപപ്പെട്ടു വരുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് ഫലജുകളിലൂടെ വെള്ളം ഒഴുക്കിവിട്ട് ഈ ഫലജുകൾക്ക് മുകളിൽ, ഫലജുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന നാളി, ഓട എന്ന ഒക്കെ പറയുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ ഈ ഫലജുകളിലൂടെ വെള്ളം ഒഴുക്കിവിട്ട് ഈ ഫലജുകൾക്ക് മുകളിൽ പ്രത്യേകം കുളിമുറികൾ സജ്ജീകരിച്ച് പുരുഷന്മാർക്ക് പ്രത്യേകവും അതുപോലെ സ്ത്രീകൾക്ക് പ്രത്യേകവും കുളിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. Thank you for watching. Like, subscribe.